അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബബന്ധം ചേർക്കൽ നബിചര്യയിൽപ്പെട്ടതാണ്, അത് സുന്നത്താണ്. അതുകൊണ്ട് കുടുംബത്തിൽ സ്നേഹസംബന്ധം വർദ്ധിക്കുന്നു. പക്ഷേ ഈ സുന്നത്ത് ഇപ്പോൾ ഒരു ഫിത്നയിലേക്ക്, ഹറാമിലേക്ക് ഒരു വഴിയായിട്ടുണ്ട്. അതാണ് ഈ ഫാമിലി മീറ്റ്, ഫാമിലി ടൂർ, ഫാമിലി ഗെറ്റ് ടുഗെദർ എന്ന് പറയുന്നത്. ഫാമിലി ഗെറ്റ് ടുഗെദർ ചെയ്യണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, അത് നല്ലത് തന്നെയാണ്. ഏതുവരെ അത് ഇസ്ലാമിൻ്റെ ബൗണ്ടറിയുടെ അണ്ടറിൽ ഉണ്ട്. ഇത് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കളിയും പാട്ടും മുട്ടും ഇതിനെല്ലാം ആരാണ് അനുമതി നൽകിയത്? അവിടെ നടക്കുന്ന, അതായത് ഈ ഫാമിലി ഗെറ്റ് ടുഗെദറിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട്, കസിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ കളിയും ചിരിയും നോക്കിക്കൊണ്ട് എൻജോയ് ചെയ്യുന്ന പുരുഷന്മാർ. ഈ കസിൻസ് നോൺ മെഹ്റം അല്ലേ? ഇനി മഹറമാർ നോൺ മഹറമാരാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വെറും കസിൻസ് മാത്രമല്ല, ചില കസിൻസിൻ്റെ ഹസ്ബൻഡ്മാരും അവിടെ ഇരിക്കുന്നു. എത്ര നോൺ മെഹ്റമിങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ സ്ത്രീകൾക്ക് ഹിജാബിൻ്റെ ചിന്ത ഉണ്ടാവുന്നില്ല, ഫാമിലിയല്ലേ, കുടുംബമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നടക്കുന്ന 90% എല്ലാ ഫംഗ്ഷനുകളും ഫ്രീ മിക്സിങ്ങിലാണ് നടക്കുന്നത്. ഫ്രീ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ഒരു സ്ഥലത്ത് കൂടുന്നതാണ്. ഇവിടെ ഇബ്ലീസിൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ പേരിൽ ഫ്രീ മിക്സിംഗ് നടത്തുന്നതാണ്. ഫ്രീ മിക്സിങ്ങിന് ഇസ്ലാം ഒരിക്കലും അനുമതി നൽകിയിട്ടില്ല. ഇനി ബാക്കി 10% ആൾക്കാർ എവിടെയാണ് കുടുങ്ങിയത് എന്ന് വെച്ചാൽ, കസിൻ എന്ന പേരിൽ, കസിൻ ബ്രദർ എന്ന പേരിൽ ഞങ്ങളുടെ കണ്ണിലേക്കും ചെവിയിലേക്കും പർദ്ദ ഇട്ടുകൊണ്ടിരിക്കുന്നു. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ നിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളും വഖുൽന ഖൗലൻ മഅറൂഫ എന്ന് വെച്ചാൽ, ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ പുരുഷന്മാരോട് കൂടുതൽ സംസാരിക്കണം. ഇനി സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ടോണ്, അതായത് ശബ്ദം നോർമലായി മധ്യമ സ്വരത്തിൽ സംസാരിക്കുക. സോഫ്റ്റ് ആക്കാൻ, നേർപ്പിച്ച് സംസാരിക്കാൻ പോകരുത്. അങ്ങനത്തെ സ്ഥലത്ത് ഈ ഫാമിലി ഗ്യാതറിങ്സിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകളുടെ കളിയും പാട്ടും ചിരിയും. ഇത് സുന്നത്തിലൊരു ഹറാമിയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിന് ബാക്കി പുറത്തുള്ള നോൺ മഹ്റമിൻ്റെ കൂടെ ഫ്രീ മിക്സിംഗ് നടത്താൻ കുറച്ച് കഷ്ടമാണ്. പക്ഷേ അതും പോലും ഇപ്പോൾ ഓപ്പണായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് ഓപ്പണായി ചെയ്യാത്ത ആൾക്കാർ പെട്ടുപോയത് കസിൻ എന്ന് പറയുന്ന പർദ്ദയിലാണ്. ലാ യഖ്ലുവന്ന റജുലു ബിംറഅ ഇല്ലാ കാനത് അരിസുഹും ശൈത്വാൻ. ഒരു ആണ് ഒരു പെണ്ണിൻ്റെ കൂടെ ഒറ്റക്കിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മൂന്നാമത്തവൻ ശൈത്താനായിരിക്കും. പക്ഷേ ഇപ്പോൾ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കസിൻ്റെ കൂടെ എവിടേക്കെങ്കിലും പോകുന്നെങ്കിലും, ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നെങ്കിലും, കൂടെ കിടക്കുന്നെങ്കിലും ഒരു പ്രോബ്ലമും ഇല്ലാത്ത എത്രയോ ഉമ്മ ഉപ്പമാരില്ലേ? ഏതുവരെ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം സ്വന്തം പിതാവിൻ്റെ കൂടെ മകൾക്ക്, അല്ലെങ്കിൽ മാതാവിൻ്റെ കൂടെ മകന്, സ്വന്തം ജ്യേഷ്ഠൻ അനുജത്തിമാർ കൂടെ കിടക്കുന്നത് 10 വയസ്സിന് ശേഷം സെപ്പറേറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറു ഔലാദകും ബിസ്വലാത്തി വഹും അബ്നാഉ 7 സിനീന വൽറിബൂഹും അലൈഹ വഹും അബ്നാഉ 10 സിനീന വഫർരിഖു ബൈനഹും ഫിൽ മലാജി. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ 7 വയസ്സ് ആയപ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക. പിന്നെ അവരുടെ കിടക്കിൽ പ്രത്യേകമായി അറേഞ്ച് ആക്കുക. 10 വയസ്സായാൽ കൂടെ കിടക്കുന്നത് മംനുവാക്കിയിരിക്കുന്നു. 7 വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് എല്ലാവർക്കും അറിയും. പക്ഷേ ഈ മൂന്നാമത്തെ കാര്യം, 10 വയസ്സ് മുതൽ കിടക്കിൽ പ്രത്യേകമാക്കുന്നത് ആരും ഒരു ഗൗരവം കൊടുക്കാത്ത ഒരു കാര്യമാണ്. സ്വന്തം മഹറമിൻ്റെ പോലും കൂടെ കിടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കസിൻസ്മാർ എവിടെ? അതേപോലെ തൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അളിയാക്ക, ജീജു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ അനുജത്തി, ജ്യേഷ്ഠത്തിമാർ എത്ര ക്ലോസിലാണ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ കൂടെ എത്ര ക്ലോസിലാണ് സ്ത്രീകൾ ഇരിക്കുന്നത്? ഇതെല്ലാം കോമണായി പോയ ഒരു കാലത്തിലാണ് നാം ഉള്ളത്. ഈ ഫാമിലി ഗെറ്റ് ടുഗെദർ ചെയ്യണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് പാർട്ടീഷനായി ചെയ്യണം. സ്ത്രീകളുടെ കളി പുരുഷന്മാർ കാണാത്ത രീതിയിലും, പുരുഷന്മാരുടെ കളി സ്ത്രീകൾ കാണാത്ത രീതിയിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒരു റെസ്ട്രിക്ഷനുമില്ല. ഇനി ചില ആൾക്കാർ റിസോർട്ടിലെല്ലാം ഫാമിലി മീറ്റ് നടത്തുന്നു. അവിടെ സ്വിമ്മിംഗ് പൂളെല്ലാം ഇരിക്കുന്നു. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു കുളിക്കുന്നു. ഇനി ഒന്നിച്ചു കുളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പുരുഷന്മാർ മാത്രമായിരിക്കും കുളിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓഡിയൻസ് സ്ത്രീകളായിരിക്കും, അതിനെ നോക്കുന്നവർ സ്ത്രീകളായിരിക്കും. സ്ത്രീകൾക്ക് പുരുഷന്മാർ കുളിക്കുന്നത് നോക്കാമോ?
കൂടുതൽ പുരുഷന്മാരും ധരിച്ചിരിക്കുന്നത് ഷോർട്സ് ആണ്. ഇനി ഫുഡ് സെക്ഷനിൽ ഫാമിലി മീറ്റ് ആവട്ടെ, മാരേജ് ഫംഗ്ഷൻ ആവട്ടെ, ഫ്രീ മിക്സിംഗ് ഇല്ലാതെ നടക്കുകയേയില്ല. എന്തില്ലെങ്കിലും സപ്ലയേഴ്സ് എങ്കിലും ഇരിക്കും. ഇപ്പോൾ സ്ത്രീകൾ സപ്ലയേഴ്സ് ഉണ്ട്, പക്ഷേ ചില പുരുഷന്മാരുണ്ട് തൻ്റെ അമ്മായി, തൻ്റെ എളാമ, തൻ്റെ മൂത്തമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ മധ്യത്തിൽ വന്ന് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നവർ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ ഒരിക്കൽ സ്ത്രീകളുടെ ഡോറിൽ നിന്ന് എൻ്ററായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് സ്ത്രീകളുടെ ഡോറാണ്, അവിടെ നിന്ന് എൻ്ററാകാൻ പാടില്ല എന്ന്. അബ്ദുല്ലാഹിബ്നു ഉമർ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ ഡോറിൽ നിന്ന് എൻ്ററായിട്ടില്ല. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് അത് പുരുഷന്മാരുടെ ഡോറായി മാറ്റിയിട്ടുണ്ട്. എന്നെങ്കിലും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഡോറിൽ നിന്ന് ഒരിക്കലും എൻ്ററായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു. പുരുഷന്മാർ മുമ്പിലും സ്ത്രീകൾ പിറകിലുമാണ് നിസ്കരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മൈക്കുണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ പോലത്തെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല, ഈസി ആയിരുന്നില്ല. എന്നാലും ഫ്രീ മിക്സിംഗ് ആകുന്നതിന് തൊട്ട് രക്ഷിച്ചു കൊണ്ടിരുന്നു. ഹൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ, പുരുഷന്മാർക്ക് ഏറ്റവും ഹൈറായ സഫ് അത് ആദ്യത്തെ സഫാണ്. കാരണം അവസാനത്തെ സഫ് അത് സ്ത്രീകൾക്ക് അടുത്തതാണ്. വശർറു സുഫൂഫിൻ നിസാഇ അവ്വലുഹ, സ്ത്രീകൾക്ക് ഏറ്റവും ഷർറായ സഫ്, വേഴ്സ്റ്റ് സഫ് അത് ആദ്യത്തെ സഫാണ്. കാരണം അത് പുരുഷന്മാർക്ക് അടുത്തതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു മെൻഷൻ ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും നിസ്കാരം കഴിഞ്ഞ ശേഷം ആ സ്ഥലത്തിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. അവർ സ്ത്രീകൾ അവിടെ നിന്ന് പോകാൻ കാക്കുന്നുണ്ടായി. സ്ത്രീകൾ എല്ലാവരും പോയതിനു ശേഷമാണ് അവർ എഴുന്നേക്കുന്നുണ്ടായത്. അത്രയും സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരുന്നു. ഈ ഫാമിലി ഗ്യാതറിങ്സിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലി ഗ്യാതറിങ്സിക്ക് പോവാതിരിക്കലാണ് ഏറ്റവും ഹൈർ. കാരണം ഫാമിലി മീറ്റ് കഴിഞ്ഞ ശേഷം പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട്, കളിയുടെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്ത് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാറ്റിങ്ങിൽ നിന്ന് പേഴ്സണൽ ചാറ്റിംഗ് ആയി മാറി അവിടെ കുറച്ച് ചിരിച്ച് കളിയാക്കിക്കൊണ്ട് പിന്നെ ആ ചാറ്റിംഗ് പ്രേമത്തിലേക്ക് മാറി, പിന്നെ ആ പ്രേമം സിനയിലേക്കാണ് എത്തിക്കുന്നത്. ഇത് കാരണം കൊണ്ട് എത്രയോ തലാഖ് കേസ് നടന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നോക്കൂ, ഒരു സുന്നത്തായ ഫാമിലി മീറ്റ് എങ്ങനെയാണ് ഹറാമായ ഫിത്ന മീറ്റായി മാറിയത്. ഈ ഫിത്നയിലേക്ക് കാരണം ഫ്രീ മിക്സിംഗ് ആയി നടത്തിയ ഫങ്ഷൻസ് ആണ്. അങ്ങനത്തെ ഫങ്ഷൻസിലേക്ക് പോവാതിരിക്കലാണ് ഹൈർ. ഇനി അത് നിങ്ങളുടെ അടുത്ത രക്തബന്ധമാണെങ്കിലും ശരി. ചിലർ പറയും കുടുംബബന്ധം മുറിക്കുകയാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ബന്ധം മുറിക്കുന്നതിൻ്റെ കുറ്റം സെപ്പറേഷൻ ഇല്ലാതെ ഫങ്ഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത ആൾക്കായിരിക്കും, നമ്മൾക്കല്ല. ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നൊരായത്താണെങ്കിലും ശരി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.